ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ സ്വന്തം സൈന്യത്തെയും സ്വന്തം ശാസ്ത്രജ്ഞന്മാരെയും കൂട്ടക്കുരുതി ചെയ്ത ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മൊസാദ് ബന്ധം ആരോപിച്ച് ചാരവൃത്തി ആരോപിച്ച് ഇറാൻ കൊന്നൊടുക്കിയത് 1922 പേരെയാണ് എന്ന് അന്താരാഷ്ട്ര ഏജൻസിയുടെ കണക്കുകൾ. തൊട്ടു മുമ്പത്തെ വർഷത്തിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഇരട്ടിയാണ് 2025 ഇറാൻ ഭരണകൂടം നടപ്പാക്കിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത്. മൊസാദിന് വേണ്ടി ചാരവൃത്തി നടത്തിയ ആളുകളെന്ന് ആരോപിച്ചുകൊണ്ടാണ് 1922 പേരെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറാൻ തൂക്കിലേറ്റുകയും മറ്റു മാർഗങ്ങളിലൂടെ വധിക്കുകയും ചെയ്തത്. ഇതിൽ ആണവ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടുന്നു, ആണവ പരീക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടുന്നു, ഇതിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാൻ സൈന്യത്തിലെ ഉന്നതർ ഉൾപ്പെടുന്നു, ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്നു, ഇറാന്റെ വിവിധ മേഖലകളിൽ പ്രതിരോധ കേന്ദ്രങ്ങളിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ സൈന്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഈ ഇറാനുള്ളിൽ ഇപ്പോഴും മൊസാദിന്റെ ചാരന്മാർ യഥേഷ്ടം പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇറാനിലെവിടെയും മൊസാദിന്റെ ചാരന്മാരുണ്ട് എന്ന് ഇറാൻ ഭരണകൂടം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 2025 ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഇസ്രായേലിനും ഇറാനും ഇടയിൽ ഉണ്ടായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, ഇറാന്റെ ആണവായുധ നിർമ്മാണ സാങ്കേതിക വിദ്യ ലക്ഷ്യമിട്ടൊക്കെ ഇസ്രായേൽ അതിമാരകമായ ആക്രമണമാണ് ഈ 12 ദിവസം കൊണ്ട് നടത്തിയത്. ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് തന്നെ നൂറുകണക്കിന് വനിതകളടക്കമുള്ള മൊസാദ് ചാരന്മാർ ഇറാനിൽ പിടിമുറുക്കിയെന്ന് പിന്നീട് ഇറാന് ബോധ്യപ്പെട്ടു. ഈ ചാരന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേൽ 12 ദിവസത്തെ ആക്രമണം നടത്തിയത്. അതായത് ഈ ആക്രമണത്തിന് മുൻപ് തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ മൊസാദ് ചാരന്മാർ കടന്നുകൂടുകയും അവിടെ നിർണായകമായ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിലൂടെ സംഭവിച്ചത് തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷിയെ ഇല്ലാതാക്കുകയായിരുന്നു. അതായത് ആണവ കേന്ദ്രങ്ങളിൽ, മിസൈൽ ഫാക്ടറികളിൽ, മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളിൽ, മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ ചാരന്മാർ നുഴഞ്ഞുകയറി. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചടിക്ക് ഇറാന് ശേഷിയുണ്ടായിരുന്നു. എന്നാൽ അതിന് തിരിച്ചടിക്ക് തൊട്ടു മുൻപ് തന്നെ ആ ശേഷിയെ നശിപ്പിക്കാൻ ഈ ചാരന്മാരുടെ പ്രവർത്തനം മൂലം കഴിഞ്ഞു. ഇതോടുകൂടി സംഭവിച്ചത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, തിരിച്ചടിക്കാൻ കഴിവില്ലാതെ ഒരു മിസൈൽ പോലും തിരിച്ചയക്കാൻ പറ്റാതെ, ഒരു റോക്കറ്റ് പോലും ഇസ്രായേലിനെതിരെ അയക്കാൻ പറ്റാതെ ഇറാൻ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളാകട്ടെ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലെത്തി ഇറാന് നേരെ, ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾക്ക് നേരെ നിരന്തരമായി ബോംബാക്രമണം നടത്തി. ഒരു ചെറുവിരൽ തിരികെ ഇസ്രായേലിന് നേരെ അനക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം. ഇത് ഇറാനെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇറാന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇറാന് മനസ്സിലായത് ഇറാനുള്ളിൽ വൻതോതിൽ ചാരന്മാരെ വിന്യസിച്ചിരിക്കുന്നു മൊസാദിന്റെ ചാരന്മാരാണ് ഈ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. തങ്ങളുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ, തങ്ങളുടെ സായുധ കേന്ദ്രങ്ങളിൽ, തങ്ങളുടെ മിസൈൽ യൂണിറ്റുകളിൽ, തങ്ങളുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ മൊസാദിന്റെ ചാരന്മാർ പിടിമുറുക്കിയിരിക്കുന്നു. അങ്ങനെ രാജ്യത്താകമാനം വലിയൊരു റെയ്ഡിനാണ് ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനും ഉത്തരവിട്ടത്. മുഴുവൻ ചാരന്മാരെയും, മുഴുവൻ സ്പൈകളെയും പിടികൂടുക എന്നതായിരുന്നു ഈ ഉത്തരവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ആ ചാരന്മാരെ പിടികൂടാനുള്ള നിർദ്ദേശം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഏറ്റെടുത്തു. അവർ രാജ്യത്താകമാനം റെയ്ഡുകൾ നടത്തി. ആ റെയ്ഡുകൾക്കൊടുവിലാണ് നിരവധി പേരെ പിടികൂടിയത്. അതിൽ പലരുടെയും പേരിൽ ചാരവൃത്തി ആരോപിച്ചു. ഇവരെ പരസ്യമായി തൂക്കിലേറ്റുകയും പലരെയും വിഷം കുത്തിവെച്ച് വധിക്കുകയും ഒക്കെ ചെയ്തു. ആരെയൊക്കെയാണ് വധിച്ചത് എന്നത് സംബന്ധിച്ച് ആദ്യം ചില സൂചനകൾ ഇറാൻ പുറത്തുവിട്ടെങ്കിലും പിന്നീട് ഈ പേരുവിവരങ്ങൾ അവർ രഹസ്യമായി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഈ ആരോപണങ്ങളെ ഇസ്രായേൽ നിരസിക്കുകയാണ് ഉണ്ടായത്. ഇറാൻ പറഞ്ഞ പേരുകാരൊന്നും തന്നെ ഇസ്രായേലിൻ്റെയോ മൊസാദിൻ്റെയോ ചാരന്മാരല്ലെന്നും ഇവരൊക്കെ തന്നെ പല കുറ്റകൃത്യങ്ങളിൽ ഇറാനിലെ ജയിലുകളിൽ കഴിഞ്ഞവരാണെന്നും അവരെ പരസ്യമായി വധിച്ച ശേഷം ഇതിൻ്റെ പാപഭാരം ഇസ്രായേലിൻ്റെ തലയിലിടാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നുമായിരുന്നു ഈ ആരോപണം.
എന്തായാലും ഇപ്പോൾ ഇതാ മനുഷ്യാവകാശ സംഘടനകളുടെ വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചാരവൃത്തി ആരോപിച്ച് ഇറാൻ വധിച്ചത് 1922 പേരെ. ഇതിൽ പലരും ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്മാരും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മൊസാദ് ബന്ധം ആരോപിച്ച് ചാരവൃത്തി ആരോപിച്ച് ഇറാൻ കൊന്നൊടുക്കിയത് 1922 പേരെയാണ് എന്ന് അന്താരാഷ്ട്ര ഏജൻസിയുടെ കണക്കുകൾ. തൊട്ടു മുമ്പത്തെ വർഷത്തിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഇരട്ടിയാണ് 2025 ഇറാൻ ഭരണകൂടം നടപ്പാക്കിയത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത്. മൊസാദിന് വേണ്ടി ചാരവൃത്തി നടത്തിയ ആളുകളെന്ന് ആരോപിച്ചുകൊണ്ടാണ് 1922 പേരെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറാൻ തൂക്കിലേറ്റുകയും മറ്റു മാർഗങ്ങളിലൂടെ വധിക്കുകയും ചെയ്തത്. ഇതിൽ ആണവ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടുന്നു, ആണവ പരീക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടുന്നു, ഇതിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാൻ സൈന്യത്തിലെ ഉന്നതർ ഉൾപ്പെടുന്നു, ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്നു, ഇറാന്റെ വിവിധ മേഖലകളിൽ പ്രതിരോധ കേന്ദ്രങ്ങളിൽ, പ്രതിരോധ മന്ത്രാലയത്തിൽ, സൈന്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഈ ഇറാനുള്ളിൽ ഇപ്പോഴും മൊസാദിന്റെ ചാരന്മാർ യഥേഷ്ടം പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇറാനിലെവിടെയും മൊസാദിന്റെ ചാരന്മാരുണ്ട് എന്ന് ഇറാൻ ഭരണകൂടം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 2025 ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഇസ്രായേലിനും ഇറാനും ഇടയിൽ ഉണ്ടായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, ഇറാന്റെ ആണവായുധ നിർമ്മാണ സാങ്കേതിക വിദ്യ ലക്ഷ്യമിട്ടൊക്കെ ഇസ്രായേൽ അതിമാരകമായ ആക്രമണമാണ് ഈ 12 ദിവസം കൊണ്ട് നടത്തിയത്. ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് തന്നെ നൂറുകണക്കിന് വനിതകളടക്കമുള്ള മൊസാദ് ചാരന്മാർ ഇറാനിൽ പിടിമുറുക്കിയെന്ന് പിന്നീട് ഇറാന് ബോധ്യപ്പെട്ടു. ഈ ചാരന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേൽ 12 ദിവസത്തെ ആക്രമണം നടത്തിയത്. അതായത് ഈ ആക്രമണത്തിന് മുൻപ് തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ മൊസാദ് ചാരന്മാർ കടന്നുകൂടുകയും അവിടെ നിർണായകമായ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിലൂടെ സംഭവിച്ചത് തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷിയെ ഇല്ലാതാക്കുകയായിരുന്നു. അതായത് ആണവ കേന്ദ്രങ്ങളിൽ, മിസൈൽ ഫാക്ടറികളിൽ, മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളിൽ, മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ ചാരന്മാർ നുഴഞ്ഞു കയറി.